അയ്യോ ദേ ആ ചേട്ടൻ വിളിക്കണം. ഹലോ ആ ചേട്ടാ ഇപ്പഴാ? അത് ചേട്ടാ ഞാൻ ചേട്ടനെ അറിയിച്ചാ മതിയോ? അല്ല ചേട്ടൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ ഒരു കാര്യം ചേട്ടാ, ഞാനൊരു 10 മണിക്കുള്ളിൽ ഞാൻ കറക്റ്റ് കാര്യം പറയാം. ആ ഇല്ല മറക്കില്ല. രാത്രി 10 മണിക്കുള്ളിൽ ഇന്ന് തന്നെ എന്തായാലും പറഞ്ഞിരിക്കും. ശരി ഓക്കെ. അയ്യോ കട്ടായി പോലെ. ആ മക്കളെ അച്ഛനെന്തേ? അപ്പുറത്തിരിപ്പുണ്ട്. ഓ മക്കളൊന്ന് പോയിട്ട് അച്ഛനെ വിളിച്ചോണ്ട് വരുമോ? ചെല്ലു സാറേ. അമ്മായിയോ? അമ്മായി അവിടെ ഉണ്ട്. ഒന്ന് അമ്മായിനെ വിളിച്ചോണ്ട് വരുമോ? ടെൻഷനായല്ല. ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണോണ്ടാണ് നീ ഗതി പിടിക്കാത്ത. എന്തിനാണ് ഇങ്ങനെയൊക്കെ തലപോയി ആലോചിക്കണേ? അല്ല അമ്മ ഈ സമയം ഇങ്ങനെ പോകുന്തോറേ ഭയങ്കര ടെൻഷൻ. അതാ മറ്റേ പാർട്ടിയിൽ ആ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് എന്റെ അടുത്ത് ഇന്ന് തന്നെ അവർക്ക് മറുപടി കൊടുക്കണം എന്ന്. എസ് പറഞ്ഞോ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനൊരു 10 മണിക്കുള്ളിൽ ചേട്ടനെ വിളിച്ച് കാര്യം പറയാമെന്ന്. എന്തിനാ 10 മണി വരെ ഒക്കെ വെച്ചോണ്ടിരിക്കുന്നേ? ഇപ്പൊ തന്നെ വിളിച്ച് വിവരം പറ, മോള് നിക്കാൻ തയ്യാറാന്ന്. എന്റെ അമ്മമ്മ രാവിലെ കെട്ടിയൊരുങ്ങി കല്യാണത്തിന് പോണ പോലെ അല്ല ഇത്. ഇപ്പൊ ഞാൻ അവരോട് എസ് പറയുവാണെങ്കിലുണ്ടല്ലോ പിന്നെ രാവിലെ ഈ വീട്ടിൽ മീറ്റിംഗാ, പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, അതുപോലെ തന്നെ പ്രചരണം, ഫ്ലെക്സ് അടി, മൊത്തത്തിൽ കയ്യിന്ന് പോവും. എന്റെ പൊന്നു ലച്ചു, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? എന്റെ അമ്മായി എന്റെ സ്ഥാനത്ത് അമ്മായി നിൽക്കുവാണെങ്കിൽ അമ്മായിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലേ? ഒരു ടെൻഷനും ഉണ്ടാവൂല. എന്റെ അടുത്താണ് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നോ പറയും. കാരണം എനിക്ക് ഈ സ്ഥാനമാനങ്ങളോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല. അതിപ്പോ എനിക്കും താല്പര്യമൊന്നുമില്ല. പക്ഷെ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. സത്യത്തില് ചെറുപ്പക്കാര് പ്രത്യേകിച്ച് സ്ത്രീകൾ രാഷ്ട്രീയത്തിലോ അല്ലാതുള്ള മറ്റേതെങ്കിലും മേഖലകളിലോ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വരണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സിദ്ധുവേ സംഭവം വിചാരിക്കുന്ന പോലെ അല്ല. എങ്ങാനും ഇലക്ഷനിൽ നിന്ന് ജയിച്ചാണല്ലോ പിന്നെ രാഷ്ട്രീയത്തിലാണ് കളി. ആ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ കുറച്ച് താല്പര്യം കാണിക്കണം സത്യം പറഞ്ഞ അല്ലേ? അല്ല അതൊക്കെ എനിക്ക് അറിയാം. പക്ഷെ എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ ഒരു വാർഡ് മൊത്തം നമ്മളെ വിശ്വസിച്ച് നിൽക്കുകയല്ലേ. അപ്പൊ അവരുടെ പ്രതീക്ഷയ്ക്കത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പണ്ടത്തെ അമ്മമാരൊക്കെ ഒരു ദയയില്ല, ചീത്ത വിളിച്ച് കൊല്ലും. ചേച്ചി പക്ഷെ പേടിക്കരുത്. പേടിപ്പിച്ചിട്ട് പേടിക്കില്ലെന്നല്ലേ? லெச்சு, நீ ஒரு விஷயம் செய். நீ நல்லா பிரார்த்தனை செஞ்சு மனசு கிட்ட கேளு என்ன செய்யணும்னு. இப்போ உன்னோட மனசு சொல்றது நோனா வேண்டாம், அப்பவே விட்டுடலாம். ചേച്ചി ഒന്ന് ചുമ്മാ ചേച്ചി. എടാ നീ കണ്ണു മൂട്ടി ഓക്കെ പറയണേ. ഒന്ന് പോയ അമ്മായി, അങ്ങനെ കണ്ണുമൂടി ഓക്കെ ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നീ നോ പറ. അതും പറയാൻ പറ്റൂല. എന്നാ പിന്നെ നീ എസ് അങ്ങ് പറ. യെസ് ഒന്നും പറയാൻ പറ്റൂല അമ്മൂമ്മേ. ഞാനേ ഈ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഒരു ഫീൽഡിനെ പറ്റി കുറച്ചും കൂടെ വിശദമായിട്ടൊന്ന് പഠിച്ചിട്ട് അടുത്ത കൊല്ലത്തെ ഇലക്ഷന് മത്സരിച്ചാലോ? அது ரொம்ப நல்ல டிசிஷன் லெச்சு. അങ്ങനെ ഇപ്പൊ തോറ്റു കൊടുക്കാനും പറ്റൂലല്ലോ. ഞാൻ തന്നെ എന്തൊക്കെയാണ് ഈ പറയണത്? ഒരു കൺഫ്യൂഷൻ വേണ്ട. സിദ്ധു നിന്റെ കോയിൻ ഇരിപ്പുണ്ടോ? ഗോൾഡ് കോയിൻ ഇരിപ്പുണ്ട്. ഗോൾഡ് കോയിൻ ഒന്നും വേണ്ട, സാധാ നാണയം. ഒരിട കോയിൻ എന്തെങ്കിലും. എന്തിനാ? എടാ നീ എടുത്തോണ്ട് വാ. അമ്മേ എനിക്ക് മിഠായി മേടിക്കാനാണോ? ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അമ്മ മിഠായി മേടിച്ചു തരാം കേട്ടാ. എന്റെ മിഠായിയെ? ആ 2 എണ്ണം. സിദ്ധു എല്ലാവരോടും കൂടെ പറയുവാണ്, ഈ കോയിൻ ടോസ് ഇടും. ഓക്കെ, ഹെഡ് വീഴുവാണെങ്കിൽ എലക്ഷനിൽ ഞാൻ മത്സരിക്കും. ടെയില് വീഴുവാണെങ്കിൽ എലക്ഷനിൽ ഞാൻ മത്സരിക്കില്ല. ഓക്കെ ஓகே ഓക്കെ പോണേ. ടെയിലാണ് ലച്ചു. അപ്പൊ നീ നിക്കണ്ട മത്സരത്തിൽ. അപ്പൊ മാഡത്തിന് നിക്കാൻ താല്പര്യം ഉണ്ടല്ലേ? എനിക്ക് നിൽക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇത് കള്ളക്കളിയാണോ? ഒന്നും കൂടി ഇട്.
ആ അങ്ങനെയാണ് ഞാൻ ഇടാം. Tail. പിന്നെ കഷ്ടാണ്. ഓക്കെ, ഞാൻ മത്സരിക്കുന്നില്ല. പ്രശ്നം തീർന്നില്ലേ? അതെ അതെ അതെ, ഒന്നിപ്പഴിച്ച മൂന്നല്ലയോ. ഇതുവരെ തലയാന്നെങ്കിൽ മത്സരിക്കുന്നില്ലയോ പറഞ്ഞ്, ഇപ്പം ബാലാന്നെങ്കിൽ മത്സരിക്കും, തലയാന്നെങ്കിൽ മത്സരിക്കത്തില്ല. അങ്ങനെ നിട്ടു നോക്കിയേ. സിന്ധു പോനെ മേടിച്ചൊന്നിട്ടെ. ഓക്കെ, ഫൈനൽ. ലാസ്റ്റ് ഫൈനൽ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ആരെങ്കിലും കൊന്നിടേ. ലച്ചൂസേ ഇടാൻ പോവാണേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ടോസ് ഇടാം. ഓക്കെ. അമ്മൂമ്മ പറഞ്ഞ പോലെ ഹെഡ് ആണെങ്കിൽ ഞാൻ മത്സരിക്കൂല, ടെയില് വീഴുവാണെങ്കിൽ ഞാൻ മത്സരിക്കും. ഹെഡാണ് കേട്ടോ. ഹെഡാ? ഇതെന്തൊരു കഷ്ടമാണ് ഇത്. ഞാൻ ഇനി മത്സരിക്കുന്നൊന്നുമില്ല, പോടുന്നു. ചേച്ചി, പ്രകൃതി വരെ ചേച്ചിക്കെതിരെ ചേച്ചി.